ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എൻ്റെ പിള്ളക്കുട്ടി പ്രസവിച്ചു കേട്ടോ. ആ സന്തോഷം ഞാൻ നിങ്ങളെ അറിയിക്കുവാണ്. പ്രസവിച്ചിട്ട് ഇന്നേക്ക് 7ാമത്തെ ദിവസമായി. 7 ദിവസമായി പ്രസവിച്ചിട്ട്. കുട്ടിയും തള്ളയും കുട്ടീസുകളും തള്ളയും സുഖമായിട്ട് സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുന്നു. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ, സന്തോഷമായിട്ടിരിക്കുമല്ലേ? അപ്പോൾ എൻ്റെ ബെല്ലമ്മൻ്റെ കുഞ്ഞുമണികളാണ് കേട്ടോ ഇവരൊക്കെ. 8 കുട്ടീസുണ്ടേ. മാഷാ അല്ലാ മാഷാ അല്ലാ മാഷാ അല്ലാ, അൽഹംദുലില്ലാ. എനിക്ക് നല്ല സന്തോഷമാണ്. കാര്യം ആദ്യത്തെ ഇവളുടെ കഴിഞ്ഞ ഡെലിവറി ഇതുപോലെ തന്നെ 7 കുട്ടികളുണ്ടായിരുന്നേ. കുഴപ്പമൊന്നുമില്ലാതെ നല്ല രീതിയിൽ പ്രസവിച്ചു. നല്ല ആരോഗ്യമുള്ള കുട്ടികൾ തന്നെയായിരുന്നു. പക്ഷേ എന്തോ അറിയില്ല, എന്ത് സംഭവിച്ചതാണെന്ന് അറിയില്ല. പിന്നെ 2ാമത്തെ ദിവസം ഡെലിവറി കഴിഞ്ഞ് 2ാമത്തെ ദിവസം വൈകിട്ടൊക്കെ ആയപ്പോഴത്തേക്കും 7 കുട്ടീസുകളും മരിച്ചുപോയി. ഒരിക്കലും ഞാനത് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. ഇപ്പോഴും എനിക്കത് ഓർക്കുമ്പോൾ ഭയങ്കര സങ്കടമാണ്. കാരണം ഇവളെ എനിക്ക് അത്രമേലെന്ന് പറഞ്ഞാൽ അത്രക്കാരും എനിക്കിഷ്ടമാണ്. എൻ്റെ കുട്ടികളെ പോലെ തന്നെ എനിക്കിഷ്ടമുള്ള ആളാണ് എൻ്റെ ബെല്ല, എൻ്റെ സുന്ദരി ബെല്ല, സുന്ദരി മണിയാട്ടോ. അപ്പോൾ ഞാൻ ആ കുഞ്ഞുങ്ങളെ എനിക്ക് നഷ്ടപ്പെട്ടപ്പോൾ ഉണ്ടായ ഒരു വേദന പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ലേ. അതുകൊണ്ട് ഞാൻ ഇവളുടെ അടുത്തുനിന്ന് മാറാതെ തന്നെ ഇത്ര ദിവസങ്ങളായിട്ട് എവിടെയും പോവാതെ ഇവൾക്ക് തന്നെ കാവൽ ഞാൻ ഇരിക്കും കേട്ടോ. കുഴപ്പമൊന്നുമില്ല. കുട്ടീസുകളെല്ലാം വേണ്ടോ നന്നായിട്ട് പാൽ കുടിക്കുന്നുണ്ട്. കുട്ടികളെല്ലാം നല്ല സുഖമായിട്ടിരിക്കണം. നല്ല വൃത്തിയായി നീറ്റായിട്ട് ഞാൻ അവരെ വെച്ചിട്ടുണ്ട്. ഞാൻ എല്ലാ ദിവസവും 2 നേരം ഞാൻ ഈ ഷീറ്റ് മാറ്റി കൊടുക്കും കേട്ടോ. ഇങ്ങനെ ബോക്സിനകത്ത് ഇങ്ങനെ ഒരു ഷീറ്റ് വിരിച്ച് അതിൻ്റെ മേൾക്ക് വൈറ്റ് കളർ ഇങ്ങനെ ഒരു ഷീറ്റ് വിരിച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ വൈറ്റ് കളറ് ഇവർ കുറച്ച് കഴിയുമ്പോഴത്തേക്കൊക്കെ ചെറുതായിട്ട് മോഷൻ പോകും ഇവരുടെ. അത് ബെല്ല തന്നെ നക്കി തുടച്ച് കൊടുക്കുന്നതാണ്. അപ്പോൾ അന്നേരത്തേക്ക് എന്ത് കാണിക്കുന്നു അറിയാമോ, ആ ഷീറ്റ് മാറ്റിയിട്ട് വേറെ ഷീറ്റ് വിരിച്ച് കൊടുക്കും. എപ്പോഴും നമ്മൾ നല്ല വൃത്തിയായി നീറ്റാക്കിയിട്ട് ഇവരെ കിടത്തണം. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇവർക്ക് ഇൻഫെക്ഷൻ വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് കണ്ട, ഇവിടെ ഉള്ളതെല്ലാം ഇവരുടെ ഐറ്റംസുകളാണ്. തുണികളെല്ലാം ഞാൻ ഷീറ്റുകളെല്ലാം കഴുകി വെച്ചിരിക്കുന്നുണ്ടോ. ഇത് ഞാനിങ്ങനെ ഒരു ട്രേയിൽ ഇതിങ്ങനെ വെച്ചിരിക്കും കേട്ടോ. ഇത് എന്തിനു വെച്ചിരിക്കുമെന്നറിയാമോ, ഈ ബോക്സിനകത്തുള്ള തുണി ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ കുട്ടീസിനെ ഇതിനകത്താണ് എടുത്ത് കിടത്താറ്. എന്നിട്ടാണ് ബോക്സിനകത്തുള്ള തുണികളെല്ലാം മാറ്റിയിട്ട് അവരെ എടുത്ത് കിടത്തുന്നത്. പിന്നെ ഇതെല്ലാം ഞാൻ വാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന തുണികളാണ്. എല്ലാം നല്ല ഡെറ്റോൾ സോപ്പെല്ലാം ഇട്ട് വാഷ് ചെയ്ത് നല്ല നീറ്റാക്കി ക്ലീനാക്കി വെച്ചിരിക്കുകയാണ്. നമ്മൾ മനുഷ്യരെങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇവരെയും നോക്കുന്നത് ഞാൻ. കാരണം മിണ്ടാപ്രാണികളല്ലേ, മഹാപാപം ഒരിക്കലും അവരോട് ചെയ്യാൻ പാടില്ല. അവരോട് അത്രമേൽ ഇഷ്ടവും അത്രയും കെയറിങ്ങും അവർക്ക് കൊടുത്തെങ്കിലേ അവർ നമ്മളോട് അത്ര സ്നേഹം കാണിക്കുകയുള്ളൂ. ഇവൾ ഭയങ്കര സ്നേഹമാണ് എന്നോട്. കുട്ടീസ് കണ്ണ് തുറന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇന്ന് 7ാമത്തെ ദിവസമായില്ലേ. ഇത് കണ്ട, കണ്ണ് തുറന്ന് വരുന്നുണ്ട്. ഉറക്കത്തിൻ്റെ ഹാലാണേ. എല്ലാവരും നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. പാല് കുടിക്കാനുള്ള ഇടിയാണ് എല്ലാവരും. ഇതേ കണ്ടോ, യുദ്ധമാണ് ഇവിടെ. ബെല്ല ക്ഷീണിച്ചു, പക്ഷേ എന്നാലും അവൾ നല്ല എന്താ പറയുക, നല്ല നീറ്റായിട്ട് എപ്പോഴും പാല് കൊടുക്കും. അവളുടെ ബോക്സിൽ തന്നെ കിടന്നിട്ട് എപ്പോഴും പാൽ കൊടുക്കാറുണ്ട്. നമ്മൾ ഒരിക്കലും ഇവരെ ബോക്സിൽ നിന്ന് കുറച്ച് നാളത്തേക്ക്, അതായത് ഇവരുടെ പാൽ കൂടി എത്തുന്നത് വരെ ഇവരെ ബോക്സിൽ നിന്ന് മാറ്റരുത്. കാരണം കറക്റ്റായിട്ട് ഇവർക്ക് പിന്നെ ഫീഡിങ് കിട്ടണമെന്നുണ്ടെങ്കിൽ ബോക്സിൽ തന്നെ ആകുമ്പോൾ കറക്റ്റായിട്ട് കിട്ടും. മാറ്റി കിടത്തുമ്പോൾ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഉരുണ്ട് പോകൂലേ. ഇത് കണ്ടോ നോക്ക്, അവന് ഭയങ്കര ബഹളമാണ് കുടിക്കാനുള്ള. പിന്നെ ഞാൻ ഇവൾക്ക് കൊടുക്കുന്ന മെഡിസിൻസാണ് കേട്ടോ ഇതൊക്കെ. ഇത് കാൽസ്യത്തിൻ്റെ സപ്ലിമെൻ്റാണ്. പിന്നെ ഇത് ഒമേഗ 3 കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത്
ഇത് കണ്ടോ, ഇത് വൈറ്റമിനും മിനറൽസ് എല്ലാം കൂടി അടങ്ങിയിട്ടുള്ളതാണ്. ഇത് കൊടുക്കാറുണ്ട്. പിന്നെ ഈ ഒരു ടാബ്ലറ്റ് കൊടുക്കാറുണ്ട്. ഡെയിലി വൺസ് വെച്ചിട്ട് ഈ ടാബ്ലറ്റ് കൊടുക്കാറുണ്ട്. മെഡിസിൻസ് എല്ലാം കറക്റ്റായിട്ട് 2 നേരം 5 ml വെച്ചിട്ട് 2 നേരം കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിപ്പോൾ ഇവർക്ക് ഡിവോമിങ് ചെയ്യാനുള്ള മെഡിസിൻ വാങ്ങി വെച്ചിരിക്കുവാണ്. 21 ദിവസം ആകുമ്പോൾ കുട്ടികൾക്കും തള്ളയ്ക്കും കൊടുക്കണം. പിന്നെ ഈ മെഡിസിൻ എന്ന് പറഞ്ഞാൽ യൂറിനറി ഇൻഫെക്ഷൻ വന്നപ്പോൾ അവൾക്ക് വാങ്ങിക്കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ എല്ലാം ഞാൻ സ്റ്റോക്ക് ഇങ്ങനെ വാങ്ങി വെച്ചിട്ടുണ്ട്. എല്ലാ മെഡിസിൻസും സ്റ്റോക്ക് ഇങ്ങനെ വാങ്ങി വെച്ചിട്ടുണ്ട്. നമ്മൾ കുട്ടികൾക്ക് മരുന്ന് വാങ്ങുന്ന പോലെ തന്നെ. ഇത് കണ്ട കോട്ടൺ, ടിഷ്യൂ പേപ്പർ, സിസേഴ്സ്, ഇത് ലൂസ് മോഷനുള്ള മെഡിസിനാണ്. ഒരുവിധപ്പെട്ട എല്ലാ മെഡിസിൻസും ഞാനിവിടെ വാങ്ങി വെക്കാറുണ്ട്. പെട്ടെന്ന് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടരുതല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വാങ്ങി വെക്കാറുണ്ട്. അപ്പോൾ എൻ്റെ കുട്ടിമണികളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായോ? എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ ലൈക്കും ഷെയറും. ഈ പെറ്റ്സിനോട് ഇഷ്ടമുള്ള ആരെങ്കിലും എല്ലാം ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ. അപ്പോൾ എൻ്റെ കുട്ടികളുടെ അപ്ഡേറ്റ് അവർ വലുതാവുന്നതിനനുസരിച്ച് ഇൻഷാ അല്ലാഹ് ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായില്ലേ? ഇനി ഒരാളെ കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. അവനെ കൂട്ടിലിട്ടിരിക്കുവാണ്. ഇവനെ ഞാൻ കൂട്ടിലിട്ടിരിക്കുവാണ് കേട്ടോ. ഇവനാണ് ടോബി. ഇവനാണ് നമ്മുടെ ബെല്ലമ്മൻ്റെ ഹസ്ബൻഡ്. ഇവനെ പുറത്ത് വിട്ടിട്ടുണ്ടെങ്കിൽ ഇവൻ ഇത്തിരി വില്ലനാണ്. കുഞ്ഞുങ്ങളായിട്ട് ഭയങ്കര ബഹളമാണ് ഇവൻ. അപ്പോൾ അതുകൊണ്ട് ഇവനെ പിടിച്ച് ഞാൻ കൂട്ടിൽ തന്നെ ഇങ്ങനെ ഇട്ടേക്കുവാണ്. വൈകിട്ടാകുമ്പോൾ ജസ്റ്റ് ഒന്ന് തുറന്ന് ഇട്ട് കൊടുക്കും. ടോബി ടോബി ഡാ ടോബി കണ്ട, ഇവനാണ് നമ്മുടെ ടോബി, ഹീറോ. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീണ്ടും നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും നിങ്ങളുടെ മുമ്പിൽ ഞാൻ എത്തുന്നതായിരിക്കും. ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ടൊന്ന് അറിയിക്കണേ. നിങ്ങളും പൂച്ചകളെ വളർത്തുന്നുണ്ടെങ്കിൽ അവരുടെ വിശേഷങ്ങളൊക്കെ കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കണേ. നിങ്ങൾ പൂച്ചകൾക്ക് കൊടുക്കുന്ന ഫുഡും അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും ശുശ്രൂഷയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ. അപ്പോൾ ഓക്കെ അല്ലേ? ബൈ, സീ യു അഗെയിൻ.